നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെന്റലി റിട്ടാർഡഡ് ചൈൽഡ് ആണ്. നോർമൽ ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ്ങിനേക്കാളും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കുറവായിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ ജനന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ഏർലി ചൈൽഡ്ഹുഡിലോ ആണ് ഇവരിൽ മെന്റൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. ഈ കുട്ടികൾക്ക് പൊതുവെയുള്ള കുട്ടികളെക്കാട്ടിലും ഇന്റലിജൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി ലൈഫിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രന്റെ മേജർ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ചുറ്റുമുള്ള ആൾക്കാരിൽ ഇവർ കുറച്ചും കൂടി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സെയിം ഏജിലെ കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് റേറ്റിനെക്കാട്ടിലും കുറവായിരിക്കും ഇവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റുള്ള കുട്ടികളെ പോലെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊന്നിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് അത്ര പെട്ടെന്ന് കഴിയില്ല. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനും ഒബ്സർവേഷൻ, ഇമാജിനേഷൻ, തിങ്കിങ് ആൻഡ് റീസണിങ് ഇതെല്ലാം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോഷ്യലി ഇമോഷണലി ഇവർ മാലഡ്ജസ്റ്റഡ് ആയിരിക്കും. നേരിട്ട് കാണാൻ കഴിയുന്ന ഒബ്ജക്ട്സ്, സിറ്റുവേഷൻസ് ഇതിനെയൊക്കെ പറ്റി മാത്രമേ അവർക്ക് കൂടുതലായിട്ടും ചിന്തിക്കാൻ കഴിയൂ. മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ബേസ്ഡ് ഓൺ IQ ആൻഡ് ബേസ്ഡ് ഓൺ അഡാപ്റ്റീവ് ബിഹേവിയർ. IQവിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IQ ലെവൽ 51 to 70 റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവരെ മൊറോൺസ് എന്നും, IQ ലെവൽ 25 to 50 റേഞ്ച് ഉള്ളവരെ എംബസിൽസ് എന്നും, ബിലോ 25 ആണെന്നുണ്ടെങ്കിൽ ഇഡിയറ്റ്സ് എന്നുമാണ് പറയുന്നത്. അഡാപ്റ്റീവ് ബിഹേവിയറിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IQ ലെവൽ 52 to 67 റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് മെന്റൽ റിട്ടാർഡേഷൻ എന്നും, 36 to 51 റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് മെന്റൽ റിട്ടാർഡേഷൻ എന്നും, 20 to 35 റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ എന്നും, ബിലോ 20 ആണ് IQ ലെവൽ എങ്കിൽ പ്രൊഫൗണ്ട് മെന്റൽ റിട്ടാർഡേഷൻ എന്നും. മെന്റൽ റിട്ടാർഡേഷന് മേജറായിട്ടും 4 ലെവൽസ് ആണുള്ളത്: മൈൽഡ് റിട്ടാർഡേഷൻ, മോഡറേറ്റ് റിട്ടാർഡേഷൻ, സിവിയർ റിട്ടാർഡേഷൻ ആൻഡ് പ്രൊഫൗണ്ട് റിട്ടാർഡേഷൻ. മൈൽഡ് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പം ഈ കുട്ടികളുടെ IQ ലെവൽ 52 to 67 റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഒരു 10-year-old ചൈൽഡിന്റെ ഇന്റലക്ച്വൽ ലെവലായിരിക്കും ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കുക. ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിലേഡ് ഡെവലപ്മെന്റ് ആയിരിക്കും, ഇമ്മച്വർ ബിഹേവിയർ, പുവർ ഇമ്പൾസ് കൺട്രോൾ ഒക്കെ ആയിരിക്കും. ദെൻ സെക്കൻഡ് ലെവലാണ് മോഡറേറ്റ് റിട്ടാർഡേഷൻ. ഇവിടെ IQ ലെവൽ 36 to 51 റേഞ്ചിലാണ് ഉണ്ടാവുക. ഈ കുട്ടികൾ ഫിസിക്കലി ക്ലംസി ആയിരിക്കും, ഇവർക്ക് മോട്ടോർ ഇൻകോർഡിനേഷൻ ഒക്കെ ഉണ്ടാവും. തേർഡ് ലെവലാണ് സിവിയർ റിട്ടാർഡേഷൻ. ഇവിടെ IQ ലെവൽ 20 to 35 റേഞ്ചിലാണ് വരുന്നത്. ഈ കുട്ടികൾക്ക് സെൻസറി ഡിഫക്റ്റും അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡും ഒക്കെ ആയിരിക്കും. ഫോർത്ത് ലെവലാണ് പ്രൊഫൗണ്ട് റിട്ടാർഡേഷൻ. ഇവിടെ IQ ലെവൽ ബിലോ 20 ആയിരിക്കും. ഇവർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും സ്വന്തമായി തന്നെ ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല. ഇവരുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് റിട്ടാർഡഡ് ഗ്രോത്ത് ആയിരിക്കും, ഫിസിക്കൽ ഡിഫോമിറ്റീസ് ഉണ്ടാവും, സിവിയർ സ്പീച്ച് ആൻഡ് മോട്ടോർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോസസ് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ആണ്. 4 മേജർ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്: ജനറ്റിക് ഫാക്ടേഴ്സ്, പ്രിനാറ്റൽ ഫാക്ടേഴ്സ്, പെരിനാറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ്. ജനറ്റിക് ഫാക്ടേഴ്സിൽ വരുമ്പം ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കാരണം അല്ലെങ്കിൽ പാരൻസിൽ നിന്നും ഇൻഹെറിറ്റഡ് ആയി കിട്ടുന്ന ഡിഫക്റ്റീവ് ജീൻസ് കാരണം മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടായേക്കാം. പ്രിനാറ്റൽ ഫാക്ടേഴ്സിൽ വരുമ്പം മദറിന്റെ അബ്നോർമൽ മെന്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മദറിന് എന്തെങ്കിലും സിവിയർ ഇൽനെസ് ഉണ്ടെങ്കിൽ അത്, പ്രഗ്നൻസിന്റെ സമയത്ത് ഉണ്ടാകുന്ന മാൽ ന്യൂട്രീഷൻ ഒക്കെ കാരണം മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടായേക്കാം. പെരിനാറ്റൽ ഫാക്ടേഴ്സിൽ പറയുമ്പം ഡെലിവറിയുടെ സമയത്ത് മെക്കാനിക്കൽ ഡിവൈസസ് കാരണം എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മെന്റൽ റിട്ടാർഡേഷന് കാരണമാകുന്നു. ദെൻ പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഏർലി ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡിലെ മാൽ ന്യൂട്രീഷൻ ഒക്കെ കാരണം മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രന്റെ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. നോർമൽ കുട്ടികളെക്കാളും കുറച്ചും കൂടെ ശ്രദ്ധ കിട്ടുന്ന ടൈപ്പ് ഓഫ് കുട്ടികളാണ് മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇവരെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: എഡ്യൂക്കബിൾ മെന്റലി റിട്ടാർഡഡ്, ട്രെയിനബിൾ മെന്റലി റിട്ടാർഡഡ് ആൻഡ് കസ്റ്റോഡിയൽ മെന്റലി റിട്ടാർഡഡ്. മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രന്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എബിലിറ്റീസ് ആൻഡ് കപ്പാസിറ്റീസ് മാക്സിമൈസ് ചെയ്യുന്ന വിധത്തിലുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഇൻഡിവിജ്വൽ നീഡ്സിനനുസരിച്ച് കരിക്കുലം, ടീച്ചിങ് മെത്തേഡ്സ്, ഇവാലുവേഷൻ ടൂൾസ് അഡ്ജസ്റ്റ് ചെയ്യുക. ലേണിംഗ് ടാസ്കുകൾ ബ്രീഫാക്കി കോംപ്ലിക്കേറ്റ് അല്ലാത്ത വിധത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് വഴി അവർക്കൊരു ബെറ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: എഡ്യൂക്കബിൾ മെന്റൽ റിട്ടാർഡേഷൻ, ട്രെയിനബിൾ മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് കസ്റ്റോഡിയൽ മെന്റൽ റിട്ടാർഡേഷൻ. ഈ 3 കാറ്റഗറിയിലെ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എഡ്യൂക്കബിൾ മെന്റൽ റിട്ടാർഡേഷനിൽ ആദ്യം അവർക്ക് സിമ്പിൾ അരിത്മെറ്റിക്, ഹോം ആൻഡ് കമ്മ്യൂണിറ്റി കൺസെപ്റ്റ്, വർക്ക് ഹാബിറ്റ്സ് ടീച്ച് ചെയ്യിക്കുന്നു.
9-10 വയസ്സാവുന്ന സമയത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അബ്സ്ട്രാക്ഷന് പുറമെ എക്സ്പീരിയൻസുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ട്രെയിനബിൾ മെൻ്റൽ റിട്ടാർഡേഷനിൽ സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലാണ് അവരെ കൂടുതലായിട്ടും ടീച്ച് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ കോമൺ സൈൻ, സിംബൽസ്, കോയിൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് പോലത്തെ ബേസിക് അക്കാഡമിക് സ്കിൽസും ടീച്ച് ചെയ്യിക്കുന്നു. കസ്റ്റഡിയൽ മെൻ്റൽ റിട്ടാർഡേഷനിൽ ഈ കുട്ടികളെ ഫീഡിങ്, ടോയ്ലറ്റിംഗ്, വാഷിംഗ് പോലത്തെ സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആനിമൽസ്, ഫയർ, വെതർ, ഹാംഫുൾ ഇൻസെക്റ്റുകളിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടാമെന്നൊക്കെ ആദ്യം അവരെ ടീച്ച് ചെയ്യിപ്പിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗൈഡൻസ് ടു പാരൻസ് ഓഫ് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ആണ്. മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ്റെ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്: ഈ കുട്ടികളെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യാതെ, റിജക്റ്റ് ചെയ്യാതെ നോർമലി ട്രീറ്റ് ചെയ്യുക, നോർമൽ ചിൽഡ്രനുമായിട്ടുള്ള കമ്പാരിസൺസ് അവോയ്ഡ് ചെയ്യുക, ചൈൽഡിൻ്റെ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ടാസ്കുകൾ കൊടുക്കുക. മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രന് സ്പെഷ്യൽ സ്കൂളിലേക്ക് അയക്കുന്നത് അവർക്ക് നല്ലതാണെന്നുള്ള കാര്യം പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രനെ ഒരു വിധത്തിൽ ആക്റ്റീവാക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും.